നമസ്കാരം. മൂന്നാം തവണയും മോദി അധികാരത്തിലെത്തുമെന്ന പ്രവചനമാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ BJP നേതാക്കൾ അവകാശപ്പെട്ട 400 സീറ്റിലേക്ക് എത്തിയില്ലെങ്കിലും NDA 350 പിന്നിടുമെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്ക് 150 മണ്ഡലങ്ങളിൽ കൂടുതൽ ജയിക്കാനാകുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ചുരുക്കമാണ്. 6 ആഴ്ച നീണ്ടുനിന്ന 7 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം അവസാനിക്കുന്ന വേളയിലാണ് എക്സിറ്റ് പോൾ പ്രവചനം പുറത്തു വന്നത്. എന്നാൽ എക്സിറ്റ് പോൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ പ്രമുഖരെല്ലാം തന്നെ മൗനത്തിലാണ്. എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ വലയുന്നതിനിടയിൽ എക്സിറ്റ് പോൾ ഫലത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആം ആദ്മി നേതാവും ദില്ലി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ സോമനാഥ് ഭാരതി. മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേറിയാൽ താൻ മൊട്ടയടിക്കുമെന്നാണ് സോമനാഥ് ഭാരതിയുടെ പ്രഖ്യാപനം. BJPക്ക് വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാണെന്ന് ജൂൺ 4-ന് തെളിയിക്കപ്പെടുമെന്നും മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ദില്ലിയിലെ 7 സീറ്റുകളും ഇന്ത്യ സഖ്യം നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മോദി ഭയന്ന എക്സിറ്റ് പോളുകൾ അദ്ദേഹത്തിന് അനുകൂലമായി ഫലം പ്രവചിച്ചു എന്നൊക്കെയാണ് AAP നേതാവിന്റെ വാദങ്ങൾ. യഥാർത്ഥ ഫലത്തിനായി ജൂൺ 4-ാം തീയതി വരെ കാത്തിരിക്കണമെന്നും ജനങ്ങളെല്ലാം BJPക്കെതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പരാമർശിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ ശക്തയായ വനിതാ നേതാവുമായിരുന്ന സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജും സോമനാഥ് ഭാരതിയുമാണ് ദില്ലി മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്നത്. രാഷ്ട്രീയ തലത്തിലേക്കുള്ള രംഗപ്രവേശനമാകും ഈ തെരഞ്ഞെടുപ്പെന്ന ശുഭപ്രതീക്ഷയിലാണ് ബാൻസുരി. നഗരത്തിലെ 7 സീറ്റുകളിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ നേടി BJP കഴുത്ത് കാട്ടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. 2014 തെരഞ്ഞെടുപ്പ് മുതൽ BJPയുടെ ശക്തി കേന്ദ്രമാണ് ദില്ലി മണ്ഡലം. അതേസമയം LDFന് കേരളത്തിൽ വൻ തകർച്ചയുണ്ടാകുമെന്ന പ്രവചനത്തിനിടെ BJP നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രവചനങ്ങളും ഇടതുപക്ഷത്തിന് ഇരട്ടി പ്രഹരമായി. അതുകൊണ്ട് തന്നെ LDFും പ്രവചനം പാടെ തള്ളുകയാണ്. ഒരു സീറ്റും BJPക്ക് കിട്ടില്ലെന്നും യഥാർത്ഥ ഫലം വരുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നാണ് LDF നേതാക്കളുടെ പ്രതികരണം. എന്നാൽ മോദി തരംഗം കേരളത്തിലും വീശി എന്ന് വിശ്വസിക്കുകയാണ് BJP നേതാക്കൾ. 2 അക്ക സീറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും 3 ആയിരുന്നു പോളിംഗിന് ശേഷം ഉള്ള പാർട്ടി കണക്ക്. അത് ശരിവെച്ചാണ് ഫലങ്ങളെന്നും കേരളത്തിലെ BJP നേതൃത്വം വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.